കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ താങ്കൾ ഭാര്യനെയും അമ്മേനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്ലക്സ് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നേ വരെ എൻ്റെ ഭാര്യയെ ഒരിടത്ത് പോലും ഞാൻ തേജോവധം ചെയ്തിട്ടില്ല, അവളെ പറ്റി മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അമ്മ ഈ പണ്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അസുഖം എനിക്കും അത് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അമ്മ ഇരുന്ന് രാവിലെയൊക്കെ എണീറ്റിരുന്ന് ചുമയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന കരയുന്ന ഒരാളായിരുന്നു. അമ്മ പോലും എനിക്ക് നല്ല ഒരു തന്നിട്ടില്ല, ഭക്ഷണം നേരെ തന്നിട്ടില്ല, നാട്ടുകാർക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു അമ്മയെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അജിത്കുമാർ എന്ന് പറയുമ്പോൾ ഇന്ന് ആൾക്കാർക്ക് സാറ് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ വീഡിയോ മൊത്തം കാണുക കഴിയുമ്പോൾ ആൾക്കാർക്ക് അതൊരു വലിയൊരു കോമഡിയായി മാറുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് 20 വർഷം കൊണ്ടുള്ള സംഘടന എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആകെ നിങ്ങൾ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ അറിയുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ തെറ്റ്. നമ്മുടെ ലോസ് ആണ് പൊളിച്ചെടുത്തപ്പെടേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്താമരയുടെ തന്നെ എടുക്കാം. ഞാൻ ആദ്യം ഇരയായിരുന്നു. അത് ഈ മാഡം പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റല്ല. ഞാൻ വട്ടിയൂർക്കാവ് പോലീസ്, ഞാൻ അന്നെന്ന് പറഞ്ഞാൽ ഒരു പെറ്റി കേസിൽ പോലും ഞാൻ പ്രതിയൊന്നുമല്ല. ഞാൻ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ, വനിതാ സെല്ല്, വനിതാ കമ്മീഷൻ, കമ്മീഷൻ ഓഫീസിനകത്ത് ഒരു വനിതാ സെല്ലുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഫാമിലി കോർട്ട്, ഇവിടെ എല്ലാം കയറി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരാളാണ് ഞാൻ. തീർച്ചയായും സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കാം താങ്കൾ. പക്ഷെ അപ്പോഴും ഞാൻ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ സാർ. കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ താങ്കൾ ഭാര്യനെയും അമ്മേനെയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്, ഫ്ലക്സ് വെക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യം പറഞ്ഞ് ആലോചിച്ച് നോക്കും, അത് വളരെ ഒരു സൊസൈറ്റി കൊടുക്കുന്ന ഒരു മെസ്സേജ് തന്നെ. നമുക്കറിയാം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ക്രൈംസ് ഒക്കെ എന്തുവാണ്, കുറച്ചൊരു സൈക്കോ രീതിയിൽ പക ഉള്ളിലിട്ട് ഊട്ടി നമ്മൾ ചെന്താമരയെ കണ്ടു. താങ്കൾ ചെന്താമരയാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. കാരണം പക്ഷെ അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ തന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ, പിന്നെ ലഹരി അല്ലെങ്കിൽ അടിമ അങ്ങനെ ആയിക്കഴിയുമ്പോൾ ഈ മനസ്സിൻ്റെ അകത്ത് പകയിട്ട് കൂട്ടി വന്നിട്ടാണ് ഈ ക്രൈംസ്. ചെന്താമരയുടെ ഇഷ്യൂ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഋതു എന്ന് പറഞ്ഞൊരു കേസ് അല്ലേ, അപ്പം ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റും. അപ്പം ഇതിലിപ്പോൾ അമ്മയ്ക്കോ അപ്പം ഭാര്യയ്ക്കോ ഒക്കെ സത്യം പറഞ്ഞാൽ അത് വീഡിയോ ഇപ്പോൾ ഓഡിയോ പുറത്ത് വന്ന സ്ഥിതിക്ക് അവർക്ക് കേസ്, താങ്കൾക്കെതിരെ കേസെടുക്കാൻ റൈറ്റ്സ് ഉണ്ട്. ഒരു ചോദ്യം 5 മിനിറ്റ് ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവർ പുരുഷ കമ്മീഷൻ വരണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവരെ സംഘടന, അതായത് എന്ത് തെറ്റ് ചെയ്താലും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുണ്ട്. പൂമാലായിട്ട് സ്വീകരിക്കുന്നത് ബോച്ചയായാലും പൾസർ സുനി, ഇത്രയും ഒരു പ്രതികളാണ്. ഇപ്പോഴും ക്രിമിനലായ പൾസർ സുനി വരെ പൂമായിട്ട് സ്വീകരിച്ചു. ഈ പുരുഷ കമ്മീഷൻ വന്നാൽ ആണുങ്ങൾക്ക് അടുത്ത ഉറപ്പുണ്ട്, നമുക്ക് ആരെയും പീഡിപ്പിക്കാം, കാരണം പുരുഷ കമ്മീഷനുണ്ട്. കാരണം സാറ് പറഞ്ഞ അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് പറയണം. കാരണം നമ്മുടെ ലോസ് ആണ് പൊളിച്ചെടുത്തപ്പെടേണ്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെന്താമരയുടെ തന്നെ എടുക്കാം. അയാൾ പറയുന്നുണ്ട് ഒരാളെ കൊന്നു കഴിഞ്ഞാലും 4 ആളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് കിട്ടാമെന്ന് ഒരേ ശിക്ഷയാണെന്നാണ്. ഭയമില്ലാതെ കഴിഞ്ഞു. കാരണം എന്ത് കൊടും ക്രിമിനൽസ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും രക്ഷിക്കാൻ കാശുണ്ടെങ്കിൽ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അഡ്വക്കേറ്റ് ആളൂരുമായിട്ട് ഈ സംഘടനയായിട്ട് ബന്ധം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഒരു ഇതെന്ന് ഇതേ ആളൂർ വക്കീലാണ് ജോളി, കൂടത്തായിലെ ജോളിയുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ജോളി കൊന്നത് ആണുങ്ങളെയാണ്. അപ്പൊ അവിടെ ആരാണ്? അത് സ്ത്രീയാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ. അപ്പൊ അത് തന്നെ ഒരു ഇതല്ലേ, പുരുഷ കമ്മീഷന് വേണ്ടി നിങ്ങൾ റോൾ മോഡലായിട്ട് കാണുന്ന ഒരു വക്കീൽ തന്നെ ഇറങ്ങിയിട്ടുള്ളത് ജോളിയെ പോലെ. അവിടേക്കാണ് നമ്മുടെ ഒരു സംഘടന എന്ന് പറയുമ്പോൾ സാറേ, ഒരു സംഘടന തുടങ്ങി സാറിന് ഉദ്ദേശ ലക്ഷ്യം ഓക്കെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരിക്കാം. പക്ഷെ പാളിപ്പോയിട്ടുണ്ട് ലക്ഷ്യങ്ങൾ ഇല്ലെന്ന് സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും പാളിയിട്ടുണ്ട്. 20 വർഷം കൊണ്ടുള്ള സംഘടന എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ആകെ നിങ്ങൾ ചെയ്തിട്ടുള്ള 3 കാര്യങ്ങൾ അറിയുന്നില്ല. അവിടെയാണ് നിങ്ങളുടെ തെറ്റ്. കാരണം നിങ്ങൾ എന്തായിരുന്നു എന്ന് പ്രൊജക്ട് ചെയ്യപ്പെടേണ്ടിയിരുന്നത്. നിങ്ങൾ സാധാരണ ആണുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത്യാവശ്യം നിങ്ങളത് പ്രൊജക്ട് ചെയ്ത് കാണിക്കണമായിരുന്നു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്വന്തമായിട്ട് ഇന്ന് എന്താണ് സോഷ്യൽ മീഡിയ ഉണ്ട് സാർ. സോഷ്യൽ മീഡിയ ഉണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ 2 പേർക്ക് ജസ്റ്റിസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് 10-18 നമുക്ക് സോഷ്യൽ മീഡിയ ഇത്രയും റെലവൻ്റ് ആണ്. 10-12 വർഷം കൊണ്ട് സോഷ്യൽ മീഡിയ വളരെ റെലവൻ്റ് ആണ്. കാണിക്കാമല്ലോ ഞങ്ങൾ ചെയ്തു കൊടുത്ത ഇത് ഇങ്ങനെയാണ്. അപ്പൊ അവിടെ കാണിക്കുന്നുണ്ട്. ആര് കണ്ടു? അതാണ് പ്രശ്നം. അതിന് അത്യാവശ്യം റീച്ച് കിട്ടുന്നില്ല. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്തിട്ടാൽ അതിന് വലിയ പ്രയോജനമൊന്നുമില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അജിത്കുമാർ എന്ന് പറയുമ്പോൾ ഇന്ന് ആൾക്കാർക്ക് സാറ് പറയുന്നത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ വീഡിയോ മൊത്തം കാണുക കഴിയുമ്പോൾ ആൾക്കാർക്ക് അതൊരു വലിയൊരു കോമഡിയായി മാറുകയാണ്. എന്തുകൊണ്ടാണ്? ഈ 3 കാര്യങ്ങൾക്കാണ് വട്ടിയൂർക്കാവ് അജിത്കുമാർ എന്ന് പറഞ്ഞ പേഴ്സൺ ചെയ്തേക്കണം. അതിന് പുറത്ത് പൊതുസമൂഹം കണ്ടിട്ടുള്ള രീതികൾ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ സവാദിൻ്റേത്, അതെന്തോ ആയിക്കോട്ടെ, പൂമാലയിട്ട് സ്വീകരിക്കും, അത് ഓക്കെ. രണ്ടാമത് അതായത് ഈ പുരുഷമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് സമൂഹം ഒന്നുകിൽ അവജ്ഞയോടെയോ അല്ലെങ്കിൽ വെറുപ്പോടെയോ കാണുന്ന ആളുകളാണ് കൂടുതൽ അസോസിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നേരത്തെ ആളൂരിൻ്റെ കേസ് പറഞ്ഞു. നമ്മുടെ സൗമ്യയുടെ റെയിൽവേ ട്രാക്കിലിട്ട് അതിക്രൂരമായി
ഗോവിന്ദചാമി ബലാത്സംഗം ചെയ്ത് കൊന്ന ആ സ്ത്രീ വളരെ പാവമായിട്ടൊരു ഒരു ദരിദ്ര കുടുംബത്തിൽ ജീവിക്കാൻ വേണ്ടി ഒരു ജോലിക്ക് ആണ്. അപ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെയുള്ള കേസുകൾ ഏറ്റെടുത്ത് നടത്തുന്ന ആളുകളൊക്കെ ഇതിനോട് സഹകരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു പുച്ഛമാണ് പൊതുവെ തോന്നുന്നത് സാർ. സാർ അതിൽ ഒരു കാര്യമുണ്ട്, ഞാൻ പറയട്ടെ. അദ്ദേഹം ഒരു വക്കാലത്ത് സൈൻ ചെയ്ത് വാങ്ങിയാൽ മറ്റുള്ള ഒരു 95% വക്കീലന്മാരും പെണ്ണിൻ്റെ ഭാഗം ചേരും. പക്ഷേ ഇയാളത് ചെയ്യില്ല. ഇയാൾ ആ വക്കാലത്ത് സൈൻ ചെയ്താൽ ആ കക്ഷിയുടെ കൂടെ നിൽക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ ഇനി അതെ 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 ഓക്കെ, അതിൽ ഞാൻ വിയോജിപ്പാണ്. ഇനി മേഡം പറഞ്ഞൊരു കാര്യം, മേഡം പറഞ്ഞൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, അതിന് ഞാൻ കൊടുക്കണമല്ലോ. യഥാർത്ഥം പറഞ്ഞാൽ എൻ്റെ ഭാര്യ, ഞാൻ 4 വർഷത്തിൽ കൂടുതലായി ചാനൽ ചർച്ചയിൽ വരുന്നുണ്ട്. ഇന്നേ വരെ എൻ്റെ ഭാര്യയെ ഒരിടത്ത് പോലും ഞാൻ തേജോവധം ചെയ്തിട്ടില്ല, അവളെപ്പറ്റി മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ആദ്യമായിട്ടിതാ ഇപ്പോൾ ഈ ജാനുവരി 1 എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ പോയപ്പോൾ അമ്മയുടെ വീടിൻ്റെ മേളത്തെ നിലയിൽ പുള്ളിക്കാരി ഇരിക്കുകയാണ്. ഇത് കണ്ട് മാനസികമായിട്ട് ഞാൻ തകർന്നു. കാരണം ഏകദേശം 15 വർഷത്തിന് മുമ്പേ ഡിവോഴ്സ് ആയ ആൾ, എന്നെ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും മറ്റ് എല്ലാ സ്ഥലത്തും കയറ്റി ഇറക്കിയ ആൾ, ഒരു രീതിയിൽ ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടാക്കാത്ത ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞ് രണ്ടാമതൊരു വിവാഹം കഴിച്ചു. അതുപോയി അടുത്ത് വേറെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം പുള്ളിക്കാരി ഇന്ന് മെസ്സേജ് ഇട്ടിരിക്കുന്നത് വെച്ച് ഞാനിതിവിടെ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഇങ്ങനെ ഒരു സ്ത്രീ നേരെ വന്ന് അമ്മയുടെ അവിടെ ഒന്ന് താമസിച്ചാൽ, ഞാനായതുകൊണ്ട് എനിക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ എന്നും അങ്ങനെ മദ്യപിക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മുടെ അപ്പോഴത്തെ ഇത് പിടിച്ചു നിർത്തണമെങ്കിൽ ഞാനങ്ങനെ മദ്യപിച്ചു. അമ്മയോട് പോയി സംസാരിച്ചു. ഇവളെ വിളിച്ചില്ല, അമ്മയോ സംസാരിച്ചത്. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മദ്യപിച്ചിട്ട് എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു, ഞാൻ അവളെ കൊല്ലും. അത് തെറ്റാകാം, പക്ഷേ എൻ്റെ മാനസിക സ്ഥിതി അപ്പോൾ എന്തായിരുന്നു എന്ന് ആലോചിക്കാം. അമ്മയുണ്ട്, താഴെ അമ്മയുണ്ട്, അമ്മയുടെ ചേട്ടനുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ മരിച്ചു 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ആലോചിച്ച് നോക്കൂ, താങ്കൾ പറയുന്നത് അവിടെ നിന്ന് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഭാര്യ, മുൻ ഭാര്യ അല്ലേ, ഡിവോഴ്സ് ആയെന്ന് പറയുന്നു. അല്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചിട്ടില്ല. ഓക്കെ, താങ്കൾ കഴിച്ചിട്ടില്ല. അപ്പം പക്ഷേ സ്വന്തം വീട്ടിലാണ് വന്നത്, അമ്മയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം സ്വന്തം വീട്ടിൽ പോലും താങ്കൾക്ക് താങ്കളുടെ സ്റ്റാൻഡ് കൺവിൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അതൊരു വ്യക്തി എന്ന നിലയിൽ പരാജയമല്ലേ? അവിടെ അമ്മ മാത്രമല്ലല്ലോ, അവിടെ സഹോദരനും ഉണ്ടായിരുന്നു. ചേട്ടൻ സുഖമില്ലാത്ത ആളാണ്, ചേട്ടൻ സുഖമില്ലാത്ത ആളാണ്. പക്ഷെ അമ്മ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അമ്മയ്ക്ക് നല്ലൊരു പേരുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് അന്നും ഇന്നും അമ്മമാർ ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, വേറൊരു മകനെ സ്നേഹിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ ചൂലെടുത്ത് അടിച്ചിറക്കും, ഒരിക്കലും അവിടെ വിളിച്ച് കയറ്റില്ല. കാര്യം എൻ്റെ ജീവിതം തകർത്തു. ഞാൻ എൻ്റെ അമ്മയെ നോക്കിയതെന്ന് പറഞ്ഞാൽ, അത് ഇവിടെ പറയുന്നതിന് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇളയ മകനാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച്. അമ്മ ഈ പണ്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, അസുഖം എനിക്കും അത് ഉണ്ടായിരുന്ന സമയത്ത് അങ്ങനെ അമ്മ ഇരുന്ന് രാവിലെയൊക്കെ എണീറ്റിരുന്ന് ചുമയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയിരുന്ന കരയുന്ന ഒരാളായിരുന്നു ഞാൻ. അമ്മ എന്ന് പറഞ്ഞാൽ യൂറിൻ പോകുമായിരുന്നു ഈ ചുമച്ച്. ആ വസ്ത്രം കൊണ്ട് പുഴയിൽ കൊണ്ടുപോയി അലക്കിക്കൊണ്ടുവരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ സ്നേഹിച്ച ഒരു അമ്മ ഇന്ന് പിന്നീട് എനിക്കെതിരെ നീങ്ങുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സ്ത്രീകളിൽ ആരെയാണ് പിന്നെ സ്നേഹിക്കേണ്ടത്? നമുക്ക് ഏറ്റവും വലുത് അമ്മയല്ലേ. അമ്മ പോലും എനിക്ക് നല്ല ഒരു തന്നിട്ടില്ല, ഭക്ഷണം നേരെ തന്നിട്ടില്ല, നാട്ടുകാർക്ക് കൊടുക്കും. ഇങ്ങനെ ഒരു അമ്മയെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണോ താങ്കളല്ല? ഇതെനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇനി അത് പറഞ്ഞാല് എന്നിട്ടും അമ്മയോട് പറഞ്ഞു, അമ്മ ഈ കാണിക്കുന്നത് നിങ്ങൾ തെറ്റാണ്, അവളെ പറഞ്ഞ് വിടണം, എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അത് പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ എനിക്ക് 3 കുട്ടികളാണ്. 2 കുട്ടികളും ഒരു ഏറ്റവും ഉള്ളത് മകളുമാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന കംപ്ലൈൻറ്റ് കൊടുത്ത ഒരു സ്ഥലത്തും കൊണ്ടുവരില്ല ഈ കുട്ടികളെ. അവസാനം ഞാൻ പറഞ്ഞു, കുട്ടികളെ കൊണ്ടുവരാതെ ഒരു സ്റ്റേഷനിൽ ഞാൻ വരില്ല, ഒരു കോടതിയിലും വരില്ല എന്ന് പറഞ്ഞു. ഈ കമ്മീഷൻ ഓഫീസിനകത്തുള്ള വനിതാ സെല്ലിൽ ആദ്യമായിട്ട് 3 കുട്ടികളെയും കൊണ്ടുവരികയാണ്. ഭയങ്കരമായിട്ട് ബ്രെയിൻ വാഷ് ചെയ്ത് കുട്ടികൾ സാധാരണഗതിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓടി വന്ന് എൻ്റെ നെഞ്ചത്ത് കയറുന്ന പിള്ളേരാണ്. ഞാൻ പറഞ്ഞു പണിയെല്ലാം പാളി എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുറച്ച് സമയം ആ ലേഡി സർക്കിള് ആ പിള്ളേരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പപ്പയുടെ കൂടെ വരണമെന്നാണ്. 3 പിള്ളേരും അവിടെ നിന്ന് എൻ്റെ കൂടെ വന്നു. കാര്യം അവർക്ക് എൻ്റെ ഭാഗം കേട്ടപ്പോൾ
അവളുടെ ഭാഗം തെറ്റും ഞാനാണ് ശരിയെന്ന് മനസ്സിലാക്കി. ഞാൻ പറയുന്നതേ ഉള്ളൂ സാർ, സമൂഹത്തിൽ സ്ത്രീ പുരുഷൻ ആ ഒരു വ്യത്യാസം എടുത്ത് മാറ്റിയിട്ട് എല്ലാ സ്ത്രീകളും അതാണെന്നത് കാണണ്ടേ? കാരണം സാറിന് ഒരു പ്രശ്നം വന്നപ്പോൾ പോലും അവിടെ കേൾക്കാൻ ക്ഷമയോടെ ഉണ്ടായിരുന്നത് ഒരു വനിതാ തീർച്ചയായിട്ടും. പക്ഷേ ഈ പുറത്ത് കേട്ടവരെല്ലാം ഞാൻ പറഞ്ഞത് ശരിയെന്ന് വിശ്വസിക്കുകയും എൻ്റെ ഫാമിലിയിലോ എൻ്റെ വീട്ടുകാരോ ഇതേവരെ അവർക്ക് ഇതൊന്നുമല്ല, അവർക്ക് നാട്ടുകാരെ നോക്കേണ്ടത്. അപ്പോൾ പിന്നെ ഞാൻ ഇവരെ എങ്ങനെയാണ് നാട് ഞാനെന്താണ് പറഞ്ഞത്, ഇവിടെ പൊളിച്ചടക്കപ്പെടേണ്ട ഇവിടുത്തെ നിയമങ്ങൾ തന്നെയാണ്. ഈ നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ള കരുതിയാണല്ലോ ഈ വിവാഹം നമ്മൾ കാണുന്നുണ്ട്. സ്ത്രീധനം എന്നുള്ള വിപത്തായിക്കോട്ടെ, ഇപ്പോൾ അടുത്ത റീസെൻ്റ്ലി എത്ര കുട്ടികളാണ് മരിച്ചത്? എന്തുകൊണ്ടാണ്? സ്വന്തം വീട്ടിൽ അവരെ കേൾക്കാൻ ഇടവില്ല അല്ലെ? നാട്ടുകാരെന്ത് വിചാരിക്കും? ഈ പൊതുബോധമാണ് മാറേണ്ടത് ആദ്യം. അനിൽകുമാർ, ഇപ്പോൾ ഈ അജിത് കുമാറിൻ്റെ ഈ കഥ കേട്ടപ്പോൾ താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, ഈ ഇത്തരം ദുരനുഭവങ്ങളുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പം സാറ് മാത്രമല്ല, പലരും ഇങ്ങനെയുള്ള കുടുംബത്തിൽ പ്രശ്നം അനുഭവിക്കുന്നവരുണ്ട്. പലരും പുറത്ത് പറയുന്നില്ല. ചിലർ ആത്മഹത്യയിൽ കൂടി അവസാനിപ്പിക്കുന്നു, ചിലർ നാടുവിട്ട് പോകുന്നു. എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന പല കേസുകളും ഈ കാര്യത്തിലുണ്ട്. ഈ നാടുവിട്ട് പോയ ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ആരും ഉപദ്രവിക്കേണ്ട, അവർ ജീവിച്ചോട്ടെ, ഞാനാണ് പ്രശ്നക്കാരനെന്ന് ഇവർ തോന്നുകയാണെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ എനിക്കൊരു ദുരനുഭവം ഉണ്ടായതിൻ്റെ പേരിൽ എല്ലാ പേരെയും നമ്മൾ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റി നിർത്തണം. ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറയട്ടെ, സാറിൻ്റെ ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള വൈഫ് വരുന്നത് ട്രസ്പാസിംഗ് ആണ് ആക്ച്വലി. അവർക്കവിടെ യാതൊരു കാര്യമില്ല. അപ്പോൾ സാറ് ചെയ്യേണ്ടിയിരുന്നത് മനസ്സിനെ ഒരു സമനിലയിലാക്കിയിട്ട് ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനാണ് ആദ്യം നമ്മൾ പരാതി കൊടുക്കേണ്ടത്. ഇങ്ങനെയാണ് ഞാൻ പറയട്ടെ അല്ലല്ല ട്രസ്പാസിംഗ് ഡൈവോഴ്സ്ഡ് ആണല്ലോ. ഡൈവോഴ്സ്ഡ് ആയിട്ടാണ് അവിടെ ഒരു കാര്യമില്ല. അത് പിന്നെ എന്താണ്, നമ്മൾ സെറ്റിൽ ചെയ്ത കേസാണ്. അപ്പോൾ അവരൊരു ഔട്ട്സൈഡർ മാത്രമാണ്. സാറിൻ്റെ വീട്ടിൽ അവർ നേരെ ഒരു ഔട്ട്സൈഡർ മാത്രമാണ്. ഇനി അമ്മ വിളിച്ച് കയറ്റിയെങ്കിൽ അമ്മയ്ക്ക് ഇവരെ മാത്രമല്ല, ആരെയും വേണമെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിട്ട് മക്കളെ ചായ പിടിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുത്താം. പക്ഷേ അവിടെ ഈ ട്രസ്പാസിങ് എന്നുള്ള സംഭവം സാറ് മറന്നിട്ട് അവിടെ വൈകാരികമായിട്ട് പ്രതികരിച്ചതാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതികരിച്ചില്ല, അമ്മയോട് സംസാരിച്ചു. പിന്നീടെന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഒരു വോയിസ് ഇട്ടത്. ഞാൻ ഫ്ലക്സ് വെച്ച് കാര്യം അപ്പോഴത്തെ ദുരുപയോഗം ചെയ്തു. മാത്രമല്ല അതവിടെ മദ്യപാനം കൊണ്ടായ ഒരു സംഭവമാണ്. ഇന്ന് ക്രൈംസിൽ മെയിനായിട്ട് ഇപ്പം നമുക്കറിയാം, പുരുഷന്മാർ ക്രൈമായിട്ട് നിൽക്കുന്ന കേസിൽ കൂടുതലും എങ്ങനെയാണ് ഈ മദ്യപാനം വരുമ്പോൾ മാനസികാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അത് തന്നെയാണ് താങ്കൾക്ക് തന്നെ പാളിപ്പോയത് അവിടെ തന്നെയാണ്. ആ ഒരു വൈകാരിക നിമിഷത്തിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ലാതെ പറഞ്ഞു പോയി അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു തെറ്റാണെന്ന് പറയേണ്ടത്. ഈ കൊലപാതകങ്ങൾ നടക്കുന്നതും ഒരു നിമിഷത്തെ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് നടക്കാത്തത്. എൻ്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിൽ ഒരുപക്ഷെ നടക്കും, ചെയ്യും. അത് അല്ല, ഞാനും അതിന് യോജിപ്പല്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് മാറിയത്.